ഇന്ന് സാധാരണ ആനകളെ കൊണ്ട് ഉള്ള വീഡിയോസ്, ആനയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനിന്നിപ്പോൾ ചുമ്മാ നമ്മളെ മലക്കപ്പാറ വരെ ഒന്ന് പോയിട്ട്, വാൽപ്പാറയ്ക്ക് പോകണില്ല, മലക്കപ്പാറ വരെ കാട്ടിക്കട ഒരു കുറച്ച് യാത്ര. അപ്പോൾ മനസ്സിനൊക്കെ ഒരു സമാധാനം സന്തോഷമൊക്കെ കിട്ടില്ലേ യാത്രകൾ ചെയ്താൽ. അപ്പം ഞങ്ങളിവിടെ റെയിൽവേ ഗേറ്റിൽ പോസ്റ്റായി. ഇവിടെ നിന്ന് നമ്മൾ ഹൈവേ കയറും. ഹൈവേ കയറിയിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ കോട്ടയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നേരെ അതിരപ്പള്ളി, വാഴച്ചാൽ, അങ്ങനെ ആ വഴിക്ക് പോകുമ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവരും കുറേ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാത്രം എടുത്തിട്ട് നല്ലത് മാത്രമാണ് ചെയ്യുക. നമുക്കങ്ങനെയില്ല, നല്ലത് മോശമൊക്കെ ചെയ്യും. ഈ പോണ വഴിക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ട്രാവലിങ്ങിൻ്റെ ഒരു വ്ളോഗൊക്കെ ചെയ്യണത്, ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് അടുത്തതൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, സെറ്റ്. ട്രെയിൻ വരുന്നുണ്ട്. എന്തോരാൾക്കാരുടെ പ്രതീക്ഷകൾ ഉദിക്കലും പ്രതീക്ഷകൾ അസ്തമിക്കലും അല്ലേ? എന്തോ ഒരു സിറ്റുവേഷനിലുള്ള അവസ്ഥകളുള്ള ആൾക്കാരുണ്ടാവും ഇപ്പോൾ ട്രെയിനിൽ. ഒരു ജീവിതം വഴി മുട്ടിയ ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് ജോലി സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ. ഞാൻ ട്രെയിനിൽ കയറിയിട്ട് കുറേ വർഷങ്ങളായിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 കൊല്ലമെങ്കിലും ഉണ്ടാവും ഞാൻ ട്രെയിനിൽ കയറി.
നല്ല മഴ കിട്ടാൻ സാധ്യത. എല്ലാ വീട്ടിലും വവ്വാല്, കപ്പല്, അയ്യോ എന്തിട്ടാലേ കയ്യിൽ നല്ല പറഞ്ഞ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ കയറിയപ്പോൾ തന്നെ മഴ. കാട് അതൊരു പ്രത്യേകത തന്നെയാട്ടോ. എന്താ ടെൻഷൻ ഉണ്ടെങ്കിൽ എന്തിനെങ്ങനെ ഒരു ബോർഡ് വെച്ചേക്കണമെന്ന് അറിയാമോ? ഈ വഴി കൂടെ കാട്ടാനകൾ ക്രോസ് ചെയ്ത് പോകും. ആ പോണ സമയത്ത് ആൾക്കാർ അത് ജാഗ്രതയായിട്ട് പോകണം. അതായത് പതുക്കെ പോകണം. രാത്രി കാലങ്ങളിൽ പ്രത്യേക ശ്രദ്ധയോടെ പോവുക. ഈ വളവ് പെട്ടെന്ന് തിരിഞ്ഞ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവിടെ ആന നിൽക്കുന്നുണ്ടാവുക. നമ്മളൊന്നും ആലോചിക്കാണ്ട് വളവോട് തിരിഞ്ഞ് വരുന്നതുകൊണ്ട് കൂട്ടത്തിൽ അപ്പം തന്നെ അവിടെ ആന ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെയുള്ള ബോർഡുകളൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അവനവൻ്റെ തടി കയറ്റിലാവും കേട്ടാ. ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളിപ്പോൾ ഈ വളവ് കൂളായിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ, അതായത് കാട്ടാനയുടെ മുമ്പിൽ പോയി പെട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് അറിയാൻ പറ്റും. ഞാൻ പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് കണ്ട് പോവുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ. ാണ് കൂടുതലും മറ്റേ കാട്ടാനകൾ ഉണ്ടാവാറ്. പക്ഷേ ഇപ്പം എല്ലാവരും കാട് കഴിഞ്ഞിട്ടോ. ഞാൻ പറയാട്ടാ, ഞാൻ വണ്ടി അവിടെ നോക്കിയപ്പോൾ ഞാനത് പറയാം. കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. ഞാൻ അവിടെ സ്ഥിരമായിട്ട് പറഞ്ഞ സ്ഥലം ഈ ഭാഗമൊക്കെ എനിക്കറിയാത്തൊരു സ്ഥലമില്ല. അപ്പം അത് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ
പിന്നെ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. കയറല്ലേ?
വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ മറ്റേ മെയിൻ ഹൈവേ കടയൊക്കെ ഓടിക്കുന്ന പോലെ ഒന്നും കാട്ടിക്കട വണ്ടി ഓടിക്കരുത്. നമുക്ക് എപ്പോഴും മുന്നിലൊരു ഇതുണ്ടാവണം. അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വഴിയിൽ ക്രോസായിട്ട് നിന്നാലും നമ്മൾ അവരെ പോയി ഇടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് പെടാനുള്ള സാഹചര്യം ഉണ്ടാവാത്ത രീതിയിൽ വേണം വണ്ടി ഓടിക്കാൻ. ഇപ്പം തന്നെ ഞങ്ങൾ ആ ഫ്രണ്ടിൽ 2-3 വണ്ടി പോയി. എന്തൊരു സ്പീഡിലാണ് അവർ പോകണമെന്ന് അറിയുമോ? അങ്ങനെ പോയിട്ട് എന്താ കാര്യം? ഒരു കാര്യം ആസ്വദിക്കാൻ വരുമ്പോൾ അങ്ങനെ അതേപോലെ ഒരു വെള്ളച്ചാട്ടം. സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നവർ നിങ്ങൾ സ്പീഡൊക്കെ കുറച്ച് പോയാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളുണ്ടെങ്കിൽ അതിനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല, കുപ്പികൾ, സാധനങ്ങൾ അങ്ങനെയൊന്നും ഇടരുത്, അത് പ്രശ്നമാണ്. കാട്ടാനയുടെ മുമ്പിൽ ചെന്നേ പെട്ടിട്ടുള്ള കാരണം കൊണ്ടേ നമ്മുടെ ഉദ്ദേശം മൃഗങ്ങളെ കാണുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതല്ല. ആളും ബഹളും തിരക്കൊക്കെ ഒഴിഞ്ഞ് സമാധാനപരമായിട്ട് ഒന്ന് യാത്ര ചെയ്ത് പോയി നമ്മൾ വരിക, അതാണ് നമ്മൾ ഉദ്ദേശം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ ഭാഗ്യം, അത്രേ ഉള്ളൂ. ഇറങ്ങി കാണുമ്പോൾ ഇറങ്ങി നിൽക്കാനും ഒരു ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും. പക്ഷെ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ അത്ര അധികം ഇവിടെ രൂക്ഷമാണ്. ആളും തിരക്കും ബഹളവും. പിന്നെ നമ്മുടെ പുറത്തുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവരവരുടെ വീട് അല്ലെങ്കിൽ അവരെ താമസിക്കുന്ന സ്ഥലം വിട്ടാൽ നേരെ ജോലി സ്ഥലം വിട്ടാൽ താമസിക്കണത് വെല്ലപ്പളൊക്കെ ഒന്ന് ഇതാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്കും സന്തോഷം ഉണ്ടാവുമല്ലോ. നോക്കി എന്തിട്ടാ വൈബ് കുറച്ച് കോടമഞ്ഞ് കൂടി ഉണ്ടെങ്കിലേ ഓഹോ. പിന്നെ നമ്മുടെ വീഡിയോസുകൾ അധികം കാണുന്നതൊക്കെ ഈ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായ പിന്നെ ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഞാനിത് കഴിയുമ്പോൾ പറയാം. അത് കടത്തി വിടുമോയെന്ന് അറിയില്ല, നോക്കി നോക്കാം. കടത്തി വിടാനുള്ള സാധ്യതയില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. മലക്കപ്പാറയ്ക്ക് പോവാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ
അവിടെ വഴി റോഡ് പണി നടക്കാന്ന് പോകാൻ പറ്റില്ല. പാഴച്ചാലിൻ്റെ ബ്ലോക്ക് അവിടെ വരുള്ളൂ. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും നല്ല വെച്ചാൽ അവിടെ സമാധാനമായിട്ട് ചെയ്യണ്ട. ഞാനെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഈ വീഡിയോസുകൾ കാണുന്ന അധികം വീട്ടമ്മമാർ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടല്ലോ. എല്ലാവരും ഇപ്പം എല്ലാം പഴയ പോലെയൊന്നുമല്ല. മിണ്ടി കഴിഞ്ഞാൽ എല്ലാവരും റൈഡാണ്. എന്നാലും നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നല്ല നല്ല വീഡിയോസുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ വഴിയിൽ പെട്ട് പോയി. സാരില്ല, വേറെ സ്ഥലമുണ്ട്, കാണിക്കാം. അപ്പോൾ ഓക്കെ, വാഴച്ചാല എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി കറങ്ങി ഒന്ന് കാണാം. ഓക്കെ. വാൽപ്പാറയ്ക്ക് പോകാൻ പറ്റാത്ത നിരാശയിലിരിക്കുന്നു. നിരാശയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? റോഡ് പാർക്ക് ചെയ്തിപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാര്യം വരണ്ട. ഇനി കുറച്ച് ദിവസത്തേക്ക് വാൽപ്പാറ മലക്കപ്പാറ റൂട്ടിലേക്ക് ഗതാഗതം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. എന്താ പാലടിഞ്ഞ് വീണെന്നൊക്കെ പറഞ്ഞു. പാലടിഞ്ഞ് വീണിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 ആഴ്ച ആയിരുന്നു. ഞാൻ സത്യത്തിൽ അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞെങ്കിൽ ഞാൻ റൂട്ട് മാറ്റി പിടിക്കാൻ. സാരില്ല. നമുക്ക് ഈ വഴിയിൽ ഇനി പോകാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടെയാണോ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് പോവാം. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കേ വീട്ടിൽ പോവുള്ളൂ. അതുവരെ നമ്മൾ കറങ്ങാൻ തന്നെ ഉദ്ദേശം. പിന്നെ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചുമ്മാ ഇറങ്ങി ഒരു റൗണ്ടൊക്കെ അടിച്ച് പോവാട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ 4 ചുമരിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കുറേ അമ്മമാരും കുറേ ചേച്ചിമാരും പെങ്ങന്മാരൊക്കെ ഉണ്ട്. അവരെ കെട്ടിയന്മാരോടൊക്കെ പറഞ്ഞാൽ മതി എന്നെ മര്യാദയ്ക്ക് കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഞാൻ ഒച്ചപ്പാടുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ അതിൽ വീണോളൂ. എല്ലാവരും കൂടെ പോയി കറങ്ങിയൊക്കെ ഇരിക്കും. ചുമ്മാ ഞായറാഴ്ച ദിവസം എല്ലാ ദിവസം പണിയെടുക്കാണ്ട് ബൈക്കുള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്തൊരു 250 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് സുഖമായിട്ട് വന്ന് പോകാവുന്ന സ്ഥലമുണ്ട്.